രാഷ്ട്രീയത്തിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നൊരു കാര്യമുണ്ട്. വിവിധ സാമുദായിക സംഘടനകളെ, വിവിധ ഘടകങ്ങളെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകുക, അത് വിജയത്തിലേക്ക് എത്തിക്കുക. ഇത് വളരെ മനോഹരമായി നടപ്പാക്കിയ നേതാക്കൾ ഒരുപാടുണ്ട് നമ്മുടെ മുന്നിൽ, ഉദാഹരണം പറയാൻ. എന്നാൽ ഇന്നിതാ അതിൽ ഒരു മാസ്റ്ററായി മാറിയിരിക്കുന്നു പിണറായി വിജയൻ എന്ന് പറയാം. നേരെ മറിച്ച് അപ്പുറത്ത് ഒന്നും ചെയ്യാൻ കഴിയാതെ അന്തം വിട്ടു നിൽക്കുന്ന പ്രതിപക്ഷ നേതാവിനെയും കോൺഗ്രസ് നേതാക്കളെയുമാണ് കാണാൻ കഴിയുന്നത്. പറയുന്നത് മറ്റൊന്നുമല്ല, കേരളത്തിലെ പ്രധാനപ്പെട്ട 3 സാമുദായിക സംഘടനകളുണ്ട്. എല്ലാവർക്കും അറിയുന്നതുപോലെ തന്നെ NSS, SNDP, മറ്റൊന്ന് KPMS, കേരള പുലയർ മഹാസഭ. ഈ സംഘടനകൾ എല്ലാം സർക്കാരിനോടൊപ്പം നിൽക്കുന്നു എന്നത്, ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നു എന്നത് കേരളത്തിൽ ഇതുവരെ സംഭവിക്കാത്ത കാര്യമാണ്. അതിൽ പ്രത്യേകിച്ച് NSS കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ പരസ്യമായി രംഗത്ത് വന്ന സംഘടന. വോട്ടെടുപ്പ് നടന്ന ദിവസം രാവിലെ വന്ന് വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു, LDF-ന് വോട്ട് ചെയ്യരുത് എന്ന്. അത്രമാത്രം പ്രത്യക്ഷമായി രംഗത്ത് വന്ന സംഘടനയാണ് NSS. അത് കഴിഞ്ഞ് 5 വർഷം ആവാറാകുന്നു. അപ്പോഴേക്കും NSS നിലപാട് മാറ്റി സർക്കാരിനോടൊപ്പം ചേരുന്നു. സർക്കാരാണ് നിലപാട് മാറ്റിയത് എന്ന് NSS-ഉം, അതല്ല NSS ആണ് നിലപാട് മാറ്റിയത് എന്ന് മറുപക്ഷവും പറയുന്നുണ്ട്. എന്തായാലും NSS പ്രത്യക്ഷമായി തന്നെ സമദൂര സിദ്ധാന്തത്തിലേക്ക് തിരിച്ചു വരുന്നു. നേരത്തെ സമദൂരമായിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും. ഇടക്കാലത്ത് അത് മാറി UDF-നോടൊപ്പം നിന്നിരുന്നു. ഇപ്പോൾ അതിൽ നിന്നും മാറ്റം വരുത്തി സമദൂരത്തിലേക്ക് വരികയും അവിടെ നിന്ന് LDF-നോടൊപ്പം നിൽക്കുന്ന അവസ്ഥയിലേക്ക് വരികയും ചെയ്തു എന്നത് LDF-നെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. UDF-ന് വലിയ വമ്പിച്ച തിരിച്ചടിയാണ്. അതേപോലെ തന്നെ SNDP പൊതുവെ LDF-നോടൊപ്പം നിൽക്കുന്ന സംഘടനയാണ്. എന്നാൽ ഇടക്കാലത്ത് BJP-യോടൊപ്പം, കുറച്ച് കോൺഗ്രസിനോടൊപ്പം എന്ന നിലയിൽ ഒരു അഴകുഴമ്പൻ സമീപനം സ്വീകരിച്ചിരുന്നു SNDP യൂണിയൻ, പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. എന്നാൽ ഇപ്പോഴിതാ വെള്ളാപ്പള്ളി നടേശനും SNDP-യും പരിപൂർണമായും LDF-നോടൊപ്പം നിൽക്കുന്നു. LDF സർക്കാരിന്റെ വക്താവിനെ പോലെയാണ് ഇപ്പോൾ SNDP യൂണിയൻ നേതാക്കൾ സംസാരിക്കുന്നത് എന്നോർക്കണം. മൂന്നാമത് കേരള പുലയർ മഹാസഭ LDF-നോടൊപ്പം നിൽക്കാത്ത സംഘടനയാണ്. അപ്പുറവും ഇപ്പുറവും ഇല്ല എന്നും പറഞ്ഞ് മാറി നിൽക്കുന്ന സംഘടനയാണ്. ഇപ്പോഴത്തെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായി LDF-ന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരിക്കുന്നു. എന്ന് വെച്ചാൽ കേരളത്തിലെ പ്രധാനപ്പെട്ട സാമുദായിക സംഘടനകൾ എല്ലാം LDF-നോടൊപ്പം നിൽക്കുന്നു, ചേർന്ന് നിൽക്കുന്നു എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. എന്തുകൊണ്ടായിരിക്കും ഇത്? UDF മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് മറ്റൊന്നുമല്ല, UDF-ന്റെ ജമാഅത്തെ ഇസ്ലാമി ബന്ധമാണ്. മുസ്ലിം ലീഗ് UDF-ന്റെ ഭാഗമാണ്, ആർക്കും തർക്കമില്ല. മുസ്ലിം ലീഗ് UDF-നോടൊപ്പം നിൽക്കുമ്പോൾ തന്നെ NSS UDF-ന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരുന്നു. മുസ്ലിം ലീഗ് നേതാക്കളും NSS-ന്റെ നേതാക്കളും തമ്മിൽ നല്ല ബന്ധവുമാണ്. പക്ഷെ എവിടെയാണ് തെറ്റിയത്? അത് മറ്റൊന്നുമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ UDF സഹകരണമാണ്. ജമാഅത്തെ ഇസ്ലാമി UDF-നോടൊപ്പം വന്നതാണ്. അതോടുകൂടിയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. അത് UDF-യുമായുള്ള പൂർണ്ണമായി ബന്ധം വിച്ഛേദിക്കുന്ന തരത്തിലേക്ക് വിവിധ ഹിന്ദു സംഘടനകളെ, സമുദായ സംഘടനകളെ എത്തിച്ചു എന്നത് ചെറിയ കാര്യമല്ല. UDF-ന്റെ തകർച്ചയ്ക്ക് തുടക്കമായതും ഒരു പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ ബന്ധമായിരിക്കും. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വലിയ കടന്നാക്രമണം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി LDF നടത്തുന്നുണ്ട്, പ്രത്യേകിച്ച് CPM നടത്തുന്നുണ്ട്. അതെല്ലാം വിജയം കാണുകയും പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോവുകയും ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗിനോടൊപ്പം ചേർന്ന് നിന്ന് എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടം അവരുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിക്ക് ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് നോക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരികയും മുസ്ലിം ലീഗിന്റെ ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിനെതിരെ വലിയ തോതിൽ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുവാൻ LDF-ന് കഴിയുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോഴും അതിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് UDF-ലെ പ്രധാന ഘടകകക്ഷിയായ കോൺഗ്രസ് ചെയ്തത്. ഇത് തന്നെയാണ് കോൺഗ്രസിൽ നിന്ന് NSS അകലാൻ കാരണം. കോൺഗ്രസിനോടൊപ്പം നിന്നിരുന്ന, അതല്ലെങ്കിൽ അപ്പുറവും ഇപ്പുറവും ഇല്ലാതെ നിലപാടെടുത്തിരുന്ന SNDP കോൺഗ്രസിൽ നിന്ന്, UDF-ൽ നിന്ന് പൂർണ്ണമായി അകലാൻ ഇടയാക്കിയത്. എന്ന് വെച്ചാൽ കേരളത്തിലെ ഇപ്പോഴത്തെ UDF സംവിധാനം പൂർണ്ണമായും തകർന്നു എന്ന് പറയാൻ കഴിയും. സർക്കാർ വിരുദ്ധ വികാരം അലയടിച്ച് ഉയർന്നാൽ മാത്രമേ UDF-ന് എന്തെങ്കിലും ഒരു രക്ഷ കാണാൻ കഴിയുകയുള്ളൂ എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. UDF അതിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുന്ന ഘട്ടമാണ് എന്ന്
എല്ലാവർക്കും ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതി പിന്തുടരുന്നവർക്ക് രാഷ്ട്രീയ നിരീക്ഷകർക്ക് ഉറപ്പായും പറയാൻ കഴിയും.